വെൽക്കം ടു ഹിന്ദി മിത്ര. ഇന്നത്തെ ക്ലാസ്സിൽ +2 ഹിന്ദി പാഠപുസ്തകത്തിലെ ഫസ്റ്റ് ചാപ്റ്ററായ മാതൃഭൂമി എന്ന കവിതയിലെ സെക്കൻഡ് സ്റ്റാൻസ് പരിചയപ്പെടാം. ജിസ്കെ രജ്മി ലോട്ട് ലോട്ട് കർ ബഡേ ഹുയേ ഹേ ഘുടനോं के बल सरक सरक कर खड़े हुए हैं परमहंस सम बाल्यकाल में सब सुख पाए जिसके कारण धूल भरे हीरे कहलाए. ഈ വരികളിൽ കവി തൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ മണ്ണുമായി കവിക്കുള്ള ആത്മബന്ധത്തെക്കുറിച്ചാണ് ഈ വരികളിൽ കവി പറയുന്നത്. റജ് എന്ന് വെച്ചാൽ ധൂൾ, മിട്ടി എന്ന് പറയാം. ലോട്ട് എന്ന് വെച്ചാൽ ഉരുളുക. ഖുടൻ മുട്ടുകാലാണ്. സരഖ്ന എന്ന് വെച്ചാൽ ഇഴയുക. പരമഹംസ ശ്രീരാമകൃഷ്ണ പരമഹംസനെയാണ് പറഞ്ഞത്. ബാല്യകാൽ കുട്ടിക്കാലം. इन पंक्तियों में कवि अपने बचपन के बारे में बता रहे हैं. ഈ വരികൾ കൂടി കവി തൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ചാണ് പറയുന്നത്. കവി कहते हैं कि हम इस मिट्टी में लोट लोट कर बड़े हुए हैं घुटनों के बल सरक सरक कर खड़े हुए हैं. കാലത്ത് കുട്ടികളുടെ ഒരു ഇഷ്ട വിനോദമാണ് മണ്ണിൽ ഉരുണ്ട് കളിക്കുക എന്ന്. അതാണ് ഇവിടെ കവി പറഞ്ഞിരിക്കുന്നത്. ഹം ബച്ചപ്പൻ മീം മാതൃഭൂമി കി മിട്ടി മീ ലോട്ട് ലോട്ട് കർ ബഡേ ഹുയേ ഹേ. ഈ മണ്ണിൽ നമ്മൾ ഉരുണ്ട് കളിച്ചാണ് വളർന്നത്. അത്രയും ആത്മബന്ധം ഈ മണ്ണുമായി നമുക്ക് ഉണ്ട് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഘുടനോं के बल सरक सरक कर खड़े हुए हैं. നമ്മൾ എങ്ങനെയാണ് നിൽക്കാൻ പഠിച്ചത്? മുട്ടുകാൽ കൊണ്ട് എഴഞ്ഞെഴഞ്ഞാണ് നിൽക്കാൻ പഠിച്ചതെന്നാണ്. ഇവിടെ കവി പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ വളർന്നതും നമ്മൾ നിൽക്കാൻ പഠിച്ചതുമെല്ലാം ഈ മണ്ണിൽ നിന്നാണ്, ഈ മാതൃഭൂമിയിൽ നിന്ന് തന്നെയാണ്. പരമഹംസ സമ ബാല്യകാൽ മേ സബ് സുഖ പായേ ജിസ്കെ കാരൺ ധൂൾ ഭരെ ഹീരെ कहलाए. कवि कहना चाहते हैं कि श्री रामकृष्ण परमहंस के समान कितने महान लोग इस धरती में जन्म हुए हैं. കവി പറയുകയാണ്, ശ്രീരാമകൃഷ്ണ പരമഹംസനെ പോലുള്ള എത്ര മഹാന്മാരാണ് ഈ ജന്മഭൂമിയിൽ ജന്മം കൊണ്ടത്. ജിസ്കെ കാരൺ ധൂൾ ഭരെ ഹീരെ കഹലായേ. ശ്രീരാമകൃഷ്ണ പരമഹംസനെ പോലെ ജന്മം നൽകിയ ഈ മണ്ണ് ഡയമണ്ട് ആണെന്നാണ് ഇവിടെ കവി സൂചിപ്പിക്കുന്നത്. ഹം ഖേലെ ഖൂദേ ഹർഷയുത് ജിസ്കി പ്യാരി ഗോദുമി ഹേ മാതൃഭൂമി तुझको निरख मग्न क्यों न हो मोद में. यहाँ कवि अपने बचपन की याद कर रहे हैं. कवि कहते हैं कि हम मातृभूमि की गोद में खेलते हैं कूदते हैं. മാതൃഭൂമിയാവുന്ന അമ്മയുടെ മടിത്തട്ടിൽ നമ്മൾ സന്തോഷത്തോടു കൂടി കളിക്കുകയും ചാടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഹേ മാതൃഭൂമി തുച്ഛ്കോ നിരഖ് മഗ്ന ക്യോ ന ഹോ മോദുമേ. നിരഖ് എന്ന് വെച്ചാൽ ദേഖ്ന എന്നാണ്. कवि कहते हैं कि हे मातृभूमि तुझे देखकर हम आनंदित हो जाते हैं. क्वेश्चन आंसर നോക്കിക്കോളൂ. हम कैसे बड़े हुए हैं. मातृभूमि की धूल में हम लौट लौट कर बड़े हुए हैं. हम कैसे खड़े हुए हैं. हम घुटनों के बल सरक सरक कर खड़े हुए हैं. कवि यहाँ मातृभूमि की धूल को हीरे कहलाते हैं. क्यों? श्री रामकृष्ण परमहंस जैसे महान व्यक्तियों का जन्म इस मिट्टी में हुए, इसलिए इस धूल को हीरे कहलाते हैं. हम किसकी गोद में खेलते हैं कूदते हैं. हम मातृभूमि की गोद में आनंद के साथ खेलते हैं कूदते हैं. हम किसको देखकर आनंदित हो जाते हैं. मातृभूमि को देखकर आनंदित हो जाते हैं. കവിതയുടെ അടുത്ത സ്റ്റാൻസ അടുത്ത ക്ലാസ്സിൽ. മാതൃഭൂമി എന്ന കവിതയുടെ നോട്ട് ടീച്ചർ കൊടുത്തിട്ടുണ്ട്, പ്ലേലിസ്റ്റിൽ കാണും, അത് നോക്കി പഠിക്കുക. ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം. കണ്ടിന്യൂസ് ക്ലാസ് വേണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായും വേണം. താങ്ക് യു ഓൾ.